1936 നവംബർ 2 ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ലോകത്തിലെ ആദ്യ ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചു. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്ററിലെ ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസിലാണ് ഇതിന്റെ ആസ്ഥാനം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പ്രക്ഷേപണ സ്ഥാപനമാണിത്. ബോളിവുഡിന്റെ കിങ് ഖാൻ ഇന്ന് 60ാം പിറന്നാൾ. തന്റെ കരിഷ്മയും റൊമാൻറ്റിക് അഭിനയവും കൊണ്ട് ലോകമെമ്പാടും ആരാധകരെ സ്വന്തമാക്കിയ അദ്ദേഹം നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയിലെ അപ്രതിമനായ താരമായി മാറി. ദേശീയ അവാർഡ് ജേതാവായ അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 2023 ടൈം മാഗസിൻ പുറത്തിറക്കിയ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് ലിസ്റ്റിൽ അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുബൈ ടൂറിസത്തിന്റെ അംബാസിഡർ കൂടിയാണ് കിങ് ഖാൻ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ ആദ്യത്തെ പ്രവർത്തക സംഘമെത്തി താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാവുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 1998 ഈ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിച്ചത്. ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ കൃത്രിമ വസ്തുവാണിത്. പ്രശസ്ത ഇന്ത്യൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനുമാണ് അരുൺ ഷൂറി. 1941 നവംബർ 2 ജലന്ധറിലാണ് ഇദ്ദേഹം ജനിച്ചത്. ലോകബാങ്കിലും പ്ലാനിംഗ് കമ്മീഷനിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പത്രങ്ങളുടെ എഡിറ്ററായും അരുൺ ഷൂറി പ്രവർത്തിക്കുകയുണ്ടായി. 1984 മാക്സസെ അവാർഡ് അരുൺ ഷൂറിക്ക് ലഭിച്ചു.